ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ തന്നെ എല്ലാവർക്കൊന്നും എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാനൊന്നും പറ്റൂല. ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി എന്നുള്ളത് കൊണ്ട് എൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആയി എന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഫേസ് ചെയ്തിരുന്ന മുന്നത്തെ ഒരു പ്രോബ്ലത്തിന് ഞാനായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തി, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവണ ഒരു സൊല്യൂഷനാണ് ഞാൻ കണ്ടെത്തിയെന്നുള്ളൊരു ചാരിതാർത്ഥ്യം നിങ്ങൾക്കുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടറാണ് നമ്മൾ ഈ ക്ലോത്തിങ് ബ്രാൻഡ്. അതിന് മാത്രം വലിയ റീച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളെ പേജ് റീച്ച് ആവണം എന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളുടെയും കൂടെ, അതായത് എൻ്റെ ഓഡിയൻസിൻ്റെയും കൂടെ ഹെൽപ്പ് എന്തായാലും അത്യാവശ്യമാണ്. നിങ്ങൾ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഭാര്യമാർക്കോ അല്ലെങ്കിൽ നിങ്ങളെ നാത്തൂന്മാർക്കോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോ ഉമ്മമാർക്കോ വല്യമ്മമാർക്കോ ഇളാമ്മമാർക്കോ മുത്തമ്മമാർക്കോ അങ്ങനെയൊക്കെ എൻ്റെ ഫാമിലി അത്യാവശ്യം സൈസുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 1-2 ആൾക്കാർ ചോദിച്ചു, ഇത്രയും തടിയുള്ള ആളെ എനിക്ക് ഇവിടുന്ന് മോഡലായി കിട്ടിയത്. മോഡലൊന്നുമല്ല, അതിൻ്റെ ഉമ്മമാൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മളെ കുടുംബത്തിൽ തന്നെ. നമ്മളെ ഉമ്മമാർ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ, കുറച്ച് സൈസുള്ള ആൾക്കാർ, ചുരിദാറൊക്കെ ഇടാൻ പൂതിയുള്ള ആൾക്കാർ, സൈസുള്ള ചുരിദാറോ ടോപ്പുകളൊക്കെ കിട്ടാൻ പ്രയാസമായിട്ട് വെറും എവിടെയെങ്കിലും പോകുമ്പോൾ പർദ്ദ അതിൻ്റെ അടിയിൽ ഒരു മാക്സി മാത്രം ഇട്ടിട്ട് എവിടെയെങ്കിലും പോയാൽ പർദ്ദ അഴിച്ച് ഹാങ്ങറുമ്പോൾ തൂക്കി മാക്സി ഇട്ടിട്ട് നടക്കുന്ന ചുരിദാറൊക്കെ, അതായത് മോഡേൺ ഡ്രസ്സ് അല്ലാന്നുണ്ടെങ്കിലും ഒരു ടോപ്പും പാൻറ്റും ഒരു ചുരിദാറും ഒരു കോട്ട് സെറ്റൊക്കെ ഇടാൻ പൂതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് കുറേ ആൾക്കാർക്കൊക്കെ ഒരു റിലീഫ് ആവുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ പേജ് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. ബൈ.